മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെയും അദ്ദേഹത്തിൻ്റെ യാതനകളെയും ഒന്നും മറക്കാനുള്ള സമയമായിട്ടില്ല. 2000 ഹാത്രസിലെ ബലാത്സംഗ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോയ അദ്ദേഹത്തെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് UAP അടക്കം ചുമത്തി ജയിലിടുകയും ചെയ്തതാണ്. പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2023 ഫെബ്രുവരിയിലാണ് അദ്ദേഹം ജാമ്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങി കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും ഇത് വാർത്തയിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ റെയ്ഹാനത്ത് അവർ മലപ്പുറം SP-ക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ അവരെ നിരന്തരമായി വേട്ടയാടാൻ ശ്രമം നടക്കുന്നു. ഈ റെഹാനത്തിനെതിരെ വരുന്ന ആരോപണം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്ന് പറഞ്ഞ് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ്. അവർ സംശയിക്കുന്നത് സിദ്ദിഖ് കാപ്പൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള ചില ആസൂത്രിതമായ ശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇതുകൂടെ ഒന്ന് പരിശോധിക്കാം. അജിംസ്, അതായത് നമുക്കറിയാം സിദ്ദിഖ് കാപ്പൻ അദ്ദേഹം ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ച ശേഷമാണ് ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോപിക്കുന്നത് പോലെ തന്നെ ഈ ജാമ്യം റദ്ദാക്കാനുള്ള ചില ആസൂത്രിത നീക്കങ്ങൾ തന്നെയായിരിക്കുമോ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ? നമ്മുടെ മീഡിയ വൺ ബാൻ ചെയ്ത ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഇവരെ ബാൻ ചെയ്തതെന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യും. അത് കശ്മീരിനെ പറ്റി അവരിങ്ങനെയൊരു വാർത്ത ചെയ്തു, അല്ലെങ്കിൽ കർഷക സമരത്തിൽ മറ്റേ വാർത്ത ചെയ്തു, ഡൽഹി റൈറ്റിൽ ആ വാർത്ത ചെയ്തു, ഇതുകൊണ്ടാണെന്ന് ഇങ്ങനെ ഭയങ്കര സിദ്ധാന്തങ്ങൾ വളരെ തോതിൽ പ്രചരിച്ചിരുന്നു. അത് നമ്മളുള്ള ഗുണകാംക്ഷം ഉണ്ടായിരുന്നില്ല ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാരണം സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്ന അടിയൻ ലച്ചിപ്പം എന്ന് പറയുന്ന മനസ്ഥിതിയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഒരാളിരുന്നിട്ട് ഇന്റർവ്യൂ കൊടുത്ത് ഓർമ്മല്ലേ? പിന്നെ എണ്ണി പറഞ്ഞിരുന്ന കാരണങ്ങൾ ഇങ്ങനെ എണ്ണി പറയണം. അപ്പോൾ അത് നമ്മളുള്ള ഗുണകാംക്ഷം കൊണ്ടല്ല ചെയ്യുന്നത്. എന്ത് കാരണം കൊണ്ടാണ് നിരോധിച്ചതെന്നുള്ള സർക്കാരിന് അറിയില്ലെങ്കിൽ സർക്കാരിന് ഞങ്ങൾ പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇവിടെയും സിദ്ദിഖ് കാപ്പൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സിദ്ദിഖ് കാപ്പൻ്റെ കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കും ഈ മീഡിയ ഫ്രറ്റേണിറ്റിക്ക് നന്നായിട്ട് അറിയാം. കുറഞ്ഞ പക്ഷം ഡൽഹിയിലെ KUWJ ഘടകത്തിനെങ്കിലും അത് നന്നായിട്ട് അറിയാം. ആ ഒരു കാരണമില്ല വെറുതെ പിടിച്ചുകൊണ്ടുപോയതാണ്. ഈ കേസ് കോടതിയിൽ വരും, സ്വാഭാവികമായിട്ടും കോടതിയിൽ വരും. അതിപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും വാദിക്കാൻ വേണമല്ലോ. അപ്പോൾ വാദിക്കാനൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ കാരണമായി തരാം. യോഗി ആദിത്യനാഥിനെ കൊല്ലാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഇവർ വലിയ ടെറർ ലിങ്കുള്ള ആൾക്കാരാണ്, അവരെ മറ്റതാണ്. എളുപ്പമാണ്, ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 20 വർഷം മുമ്പുള്ള കേരളം അല്ല ഇത്. 20 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് നിരപരാധികളുടെ മേൽ, അത് അന്ന് ചാനലുകളല്ല പത്രങ്ങൾ നുണക്കഥകൾ എഴുതി പിടിപ്പിക്കുകയായിരുന്നു. നുണക്കഥകൾ, അത് ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ഞാൻ എപ്പോഴാണ് ഭീകരനായെന്ന് പത്രം എടുത്തിട്ട് ഞെട്ടിത്തെറിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പത്രങ്ങൾ ആ പണി നിർത്തി. പണ്ട് ഒരു കണ്ടെയ്നർ നോട്ട് വന്നു എന്നൊക്കെ കഥ എഴുതിയ ആൾക്കാരുണ്ടല്ലോ. പത്രങ്ങൾ അങ്ങനത്തെ വാർത്ത വരുമായിരുന്നു. ഒരു കണ്ടെയ്നർ നോട്ട് പാകിസ്ഥാനിൽ നിന്ന് ദുബായ് വഴി കേരളത്തിലെത്തി, അത് മുഴുവൻ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പോയി എന്ന് എഴുതിയത് ഏതെങ്കിലും ചുക്കിലി പത്രങ്ങളല്ല. മലയാളത്തിലെ ഏറ്റവും പഴയ ഏറ്റവും സർക്കുലേഷനുള്ള ഒരു പത്രമാണ് ആ വാർത്ത എഴുതിയത്. അങ്ങനെയൊക്കെ എഴുതുന്ന കാലം രണ്ടാമത്തെ പത്രം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ അത്തരം കാലഘട്ടം കഴിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. അങ്ങനെയുള്ള നുണക്കഥകളൊന്നും പോകില്ല. പക്ഷേ ഇത് ചെയ്യുന്നതാരാണ്? സമൂഹത്തിൽ നിരന്തരം കുത്തിത്തിരിപ്പും വർഗീയതയും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് ഈ കഥയും കൊണ്ടുവരുന്നത്, അത്തരം പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്നിരിക്കെ അത് തടയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി നിരന്തരം പറയുന്ന അത്തരക്കാരെ ഞങ്ങൾ വെറുതെ വിടില്ല, എല്ലാവർക്കെതിരെയും കേസെടുക്കും, അതൊക്കെയാണ്. പക്ഷേ എവിടെ കേസ്? അത്തരം ആളുകൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അത് ഇത്തരം വിദ്വേഷ പ്രചാരണത്തിനല്ല നടപടിയെടുക്കുന്നത്. അവർ കറണ്ട് ബില്ല് അടച്ചില്ല, അല്ലെങ്കിൽ വ്യാജ ഡോക്യുമെൻ്റ് വെച്ച് രജിസ്ട്രേഷൻ ഉണ്ടാക്കിയുള്ള നിസ്സാരമായ കേസുകൾക്കാണ് അവർക്കെതിരെ എന്തെങ്കിലും കേസെടുക്കുക. കേസെടുക്കേണ്ടത് ഈ തരത്തിലുള്ള നുണപ്രചാരണത്തിനും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നതിനെതിരാണ്. അതിന് മാതൃകാപരമായി നടപടിയെടുത്താൽ ഈ പണിക്ക് ആരും ഇറങ്ങില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കളമശ്ശേരി സ്ഫോടനത്തിൽ വിദ്വേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമ്പോൾ മറു സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറെ കുറച്ച് നിരപരാധികളുടെ പേരിലും ഈ കേസെടുക്കും. അപ്പോൾ പിന്നെ മറ്റവർക്ക് മനസ്സിലായി ഇത് അത്ര ഗൗരവമുള്ളതല്ല, അപ്പോൾ ഞങ്ങൾക്ക് തുടരാൻ കുഴപ്പമില്ല എന്നുള്ളതാണ്. അതൊരു ക്ലിയർ മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കുകയാണ്. വിദ്വേഷം വെറുപ്പും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാൽ ഈ പണി അവിടെ നിൽക്കുമെന്നുള്ളതിന് ഉദാഹരണങ്ങളുണ്ട്, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വെറുപ്പും വിദ്വേഷം പ്രസംഗിച്ചു. കോഴിക്കോട് നൗഷാദ് എന്നൊരു ചുമട്ടുതൊഴിലാളി മരിച്ചതിനെ തുടർന്ന് അദ്ദേഹം പച്ചവർഗീയത പറഞ്ഞു. അദ്ദേഹത്തിന് കേസെടുത്ത് അദ്ദേഹം പണി നിർത്തി. പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശശികല ടീച്ചർ ഒരു കാലത്ത് എന്തായിരുന്നു, CD ഇറങ്ങുമായിരുന്നു ശശികല ടീച്ചറുടെ ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ CD. ഇപ്പോൾ അവർ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ PC ജോർജ് മറ്റൊരു ഉദാഹരണം. അപ്പോൾ അത്തരം ആളുകൾക്ക് കൃത്യമായ മെസ്സേജാണത്. ആ കേസെടുത്താൽ അത് കുറയുമെന്നുള്ളതിന് മെസ്സേജാണ്. അത് സംസ്ഥാന സർക്കാർ അത് ചെയ്യാത്തിടത്തോളം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, നിരപരാധികൾ ഇരകളാക്കപ്പെടുകയും ചെയ്യും. നാസർ, അതാണ് നമുക്ക് നിയമങ്ങളുടെ അഭാവങ്ങളൊന്നും ഇല്ല, പക്ഷേ കേസ് എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല ഈ സിദ്ദിഖ് കാപ്പൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രത്യേക നിർബന്ധം, ഈ സിദ്ദിഖ് കാപ്പനെ വേട്ടയാടണമെന്നൊരു നിർബന്ധം കേരളത്തിലൊരു കൂട്ടർക്കുണ്ടെന്നുള്ളത് തന്നെയാണോ? ഈ കാര്യത്തിൽ അത് സിദ്ദിഖ് കാപ്പനെ മാത്രമല്ല,
തന്നെയല്ല ഇപ്പം ഈ പറഞ്ഞല്ലോ ഒരു പ്രത്യേക മാധ്യമം ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എവിടെയാണെന്ന് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ കേരള ഗവൺമെൻറ്റിൽ നയിക്കുന്ന പാർട്ടികൾക്കിടയ്ക്ക് അതിൻ്റെ സംഗതി മനസ്സിലായിട്ടും ഇല്ലാന്ന് തോന്നുന്നു. ഇത് സംഭവം എന്താ വെച്ചാൽ കേരളത്തിനെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ട് ഇത് കേരളത്തിൽ ദേശീയമില്ലെങ്കിൽ പോലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ മുഴുവൻ കേരളം ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു സംഗതിയാണ്. കാരണം കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ടാണ് പിന്നെ ഇവരിത് പറയുന്നത് എന്ന്. ഈ ആദിത്യനാഥിനെ കൊല്ലുന്നും തൊട്ടു നോക്കിയാൽ അറിയാമെന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ പിന്നെ സുരക്ഷിതയുടെ തണലിൽ ഇരുന്നു കൊണ്ടാണ് ഈ തീവ്രവാദ നീതി പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ തന്നെ ഈ പറയുന്ന മാധ്യമത്തിൽ അടക്കം ഇല്ല അതാ ഈ പറയുന്ന സംഗതിയിലടക്കം കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഒന്ന് വയനാട്ടിനെതിരെ, പിന്നെ വയനാട് എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ ഗ്രാമമാണ്, ഗ്രാമം എന്നാണ് പറഞ്ഞത്, തീവ്രവാദ ഗ്രാമമാണ്. അവിടെ ടർഫുകൾ നടത്താൻ വേണ്ടിയിട്ട് വിദേശ ഫണ്ടിങ് വരുന്നുണ്ട്. എന്നിട്ട് ടർഫുകളിൽ രാത്രി കളി കഴിഞ്ഞാൽ പിന്നെ ടർഫുകളിൽ ഭീകരവാദ പ്രവർത്തനം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു വാർത്ത വന്നു. അതിനെതിരെ കേസ് പരാതി കൊടുത്തതിന് ശേഷം കേസെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ മറ്റേ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, ഈ പിന്നെ നാഷണൽ ഹൈവേയുടെ തന്നെ പണി നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് പിന്നെ റോഡ് കുഴിച്ചപ്പം പിന്നെന്താണ് നമ്മുടെ ഹമാസിൻ്റെ പിന്നെ ടണലിൻ്റെ മാതൃകയിലെ ടണൽ കണ്ടെത്തി, എന്നിട്ട് പണി നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇത് ചിരിച്ചു തള്ളാൻ തോന്നും, നമുക്കിത് പിന്നെ ഇതെന്താന്ന് ചോദിക്കാൻ തോന്നും. ക്യാ ഹുവാന്നായിരിക്കും നമുക്ക് തോന്നുക, ഏ പ്രഭു ക്യാ ഹുവാന്ന്. പക്ഷേ ഈ സംഭവം ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ഈ സാധനം ഇതൊക്കെ ആധികാരികമായ വാർത്തകളായും കേരളവും കേരളത്തിലെ ഈ പിന്നെ ഒരു സമുദായവും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഇന്നതാണെന്നും എടുത്തു വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് അടുത്ത ഇലക്ഷന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചില്ലറ കളിയ അല്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. നാസർക്ക് അവര് ടണൽ വഴി ഇനി ഹമാസ് കേരളത്തിലേക്ക് വന്നു എന്നല്ലായിരിക്കുമോ? അതിന്റെ പ്രശ്നം അതല്ല. ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഇരുന്ന ഒരാൾ, ഒരു സംഘപരിവാർ ആഭിമുഖ്യമുള്ള ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് കേരള ടെറർ ഹമാസ് ടണൽ എന്നിട്ട് ഈ സ്റ്റോറി വരും. അപ്പോൾ ഇയാൾ എന്താണോ ആഗ്രഹിച്ചത് കേരളത്തെക്കുറിച്ച് അയച്ച ആ സ്റ്റോറി കിട്ടുകയാണ്. അയാൾ അത് അടുത്ത വാട്സപ്പിലേക്ക് എടുത്തിരുന്നു. ഈ വാട്സപ്പിൽ ചെല്ലുന്നതോടുകൂടി അത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു, അത് കോടിക്കണക്കിന് മനുഷ്യരെ വായിക്കുന്നു. അപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റ് മാറുന്നു. അപ്പോൾ കേരളം ആരാ ഭരിക്കുന്നത്? CPM. അവരുടെ കൂടെ ആരാ ഉള്ളത്? ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാവോ? പാടില്ല. ഇതാണ് അതിൻ്റെ സിമ്പിൾ സെൻസ്. ഇതാണ് കൊണ്ടിരിക്കുക. നമ്മൾ ഈ മാലിന്യം ഉറവിടത്തിൽ തടയണമെന്നിങ്ങനെ സ്ഥിരമായിട്ട് പ്രസംഗിക്കാറുണ്ട്. ഈ വർഗീയ മാലിന്യങ്ങളും ഉറവിടത്തിൽ തടയേണ്ടതാണ്. മാലിന്യ സംസ്കരണം. ആ ശരി, എന്തായാലും അതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ തടയാൻ ശക്തമായ സൈബർ നിയമങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ അത് നടപ്പാക്കുന്നതിലെ വീഴ്ചയാണ് ഇത്തരക്കാർക്ക് ഗുണം ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിന് അതിൽ കൃത്യമായി നടപടി എടുക്കാവുന്നതുമാണ്. അത്തരം നടപടികൾ ഉണ്ടാവുക തന്നെ വേണം.